അതെ, ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മുഹമ്മദ് റിയാസിന്റെയും എല്ലാം വീട്ടിലുണ്ടായ ED റെയ്ഡിൽ പ്രതിഷേധിച്ച് CPM പ്രവർത്തകർ ഇപ്പോൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുകയാണ്. അധികാരത്തിലേറിയ മുഖ്യമന്ത്രി സതീഷ് മേനോൻ നരേന്ദ്രമോദിയെ കൂട്ടുപിടിച്ച് കേരളത്തിൽ ഇടതുപക്ഷത്തെ തകർക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ പ്രതിഷേധത്തിന്റെ പ്രതിരോധത്തിന്റെ പത്മവ്യൂഹം തീർത്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ റാലിയാണ് ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ കടന്നു വരുന്നത്. സംഘപരിവാറിന്റെ തിട്ടൂരങ്ങൾക്ക് മുന്നിൽ മുട്ടുമിടക്കാതെ ഇന്നും പോരാട്ടം തുടരുന്ന ഇടതുപക്ഷത്തെയും അതിന്റെ സൗമ്യമായ നേതാവ് പിണറായി വിജയനെയും കള്ളക്കേസുകൾ കൊണ്ട് ഇല്ലാതാക്കാമെന്ന് കരുതുന്ന മണി ചെയിൻ പുനർജനി തട്ടിപ്പ് വീരൻ എന്നും വർഗീയവാദികൾക്ക് കൂട്ടുപിടിക്കുന്ന മേനോൻ സതീശൻ എന്ന മുഖ്യമന്ത്രിക്ക് ശക്തമായ താക്കീത് നൽകിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ റാലി ഇതാ കടന്നു വരികയാണ്. വിജിൻ വായാന്തോട് തരും വാർത്തയുടെ വിശദാംശങ്ങൾ. വിജിൻ, പ്രതിഷേധം എപ്പോഴാണ് തുടങ്ങിയത്? എന്താണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്? പ്രതിഷേധമായിട്ടാണ് LDF പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ പ്രതിഷേധമാണ് LDFിന്റെ നേതൃത്വത്തിൽ എന്തായാലും സെക്രട്ടേറിയറ്റിലേക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ LDF പറഞ്ഞത് ഇതൊരു രാഷ്ട്രീയമായ ഗൂഢാലോചനയാണ്. കേന്ദ്ര സർക്കാർ BJP ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതൃത്വത്തിലുള്ള ആളുകളെ വേട്ടയാടാനുള്ളൊരു നീക്കമാണ് ED ഉപയോഗിച്ച് നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ നടന്ന റെയ്ഡ് എന്നുള്ളതാണ് LDF നേരത്തെ തന്നെ CPM എല്ലാം പറഞ്ഞിരുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള മാർച്ചാണ് നിലവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിലേക്ക് LDFിന്റെ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മാർച്ചാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുക, തുടർന്നും അതേ രീതിയിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് LDF തീരുമാനം. CPM കഴിഞ്ഞ ദിവസം പിണറായിയുടെ വീടുകളിലേക്ക് ED റെയ്ഡിനെത്തിയ ഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നത് ഇതൊരു രാഷ്ട്രീയമായ നീക്കമാണ് EDയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. UDFന്റെ കൂടെ പിന്തുണയുണ്ട് എന്നുള്ള ഒരു പരാമർശം കൂടി LDFന്റെ ഭാഗത്തുണ്ടായിരുന്നു, ആരോപണം ഉണ്ടായിരുന്നു. VD സതീശൻ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തിയതിനു ശേഷം തൊട്ട് പിന്നാലെയാണ് ഇത്തരത്തിലൊരു ED റെയ്ഡ് ഉണ്ടായത് എന്നുള്ളതായിരുന്നു എന്തായാലും LDFന്റെ ആരോപണം. ആ ആരോപണം കുറച്ചുകൂടി മൂർച്ച കൂട്ടി വരും ദിവസങ്ങളിലും ഉയർത്തുക എന്നുള്ളതാണ് LDF നീക്കം. അതിന്റെ ഭാഗമായിട്ടാണ് നിലവിലിപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് LDFന്റെ നേതൃത്വത്തിൽ പിണറായി വിജയന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള മാർച്ച് ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ പ്രതിഷേധം അത് പിണറായിയുടെ വീടുകളിലും കോഴിക്കോടും കണ്ണൂരും ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് ആ പ്രതിഷേധം അത് വലിയ തരത്തിലുള്ള സംഘർഷത്തിലേക്ക് ഉൾപ്പെടെ കലാശിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഇപ്പോൾ വലിയ പോലീസ് സന്നാഹം ഉൾപ്പെടെയാണ് നിലയുറപ്പിച്ചിട്ടുള്ളത്. സെക്രട്ടേറിയറ്റിന്റെ നോർത്ത് ഗേറ്റിന്റെ തൊട്ട് ഇപ്പുറത്തായിട്ടുള്ള കൺസൺമെന്റ് ഗേറ്റിലേക്ക് പോകുന്ന വഴി ഉൾപ്പെടെ പോലീസ് ബാരിക്കേഡ് വെച്ച് നിലവിൽ തടഞ്ഞിട്ടുണ്ട്. അവിടത്തേക്കാണ് ഇപ്പോൾ പ്രതിഷേധം എത്തി നിൽക്കുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ ഈ രാജ്യത്ത് മൊത്തമായി പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നതിന്റെ ഭാഗമായി ED നടത്തുന്ന ഇത്തരം നടപടി എന്നുള്ളതാണ് നിലവിൽ CPM ഒപ്പം തന്നെ ഇടതുപക്ഷവും ഒക്കെ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു നീക്കം പിണറായി വിജയനെതിരെ നടന്നത് എന്നുള്ള ആരോപണം ഉയർത്തിക്കൊണ്ടുള്ള ഒരു നീക്കം. ഇന്നലെ പിണറായി വിജയൻ ഈ പരിശോധനയ്ക്ക് ശേഷം ED പരിശോധനയ്ക്ക് ശേഷം പറഞ്ഞത് ഈ കാര്യത്തിൽ ഇങ്ങനെയൊരു തന്റെ വീട്ടിലേക്ക് നടന്ന റെയ്ഡിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സന്തോഷിക്കുന്ന ആൾ അത് രാഹുൽ ഗാന്ധി ആയിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ കോൺഗ്രസിനെതിരെ കൂടി കടുത്ത ആരോപണം ഈ കാര്യത്തിൽ ഉയർത്തുന്ന നിലയിലുള്ള രാഷ്ട്രീയ നീക്കമാണ് നിലവിൽ CPM എന്തായാലും ഏറ്റെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഇത്തരം പ്രതിഷേധങ്ങൾ അത് ഇന്നലെ റെയ്ഡ് അവസാനിച്ചു. ഇന്നലെ വലിയ അക്രമ സംഭവങ്ങളിലേക്ക് കടന്നു. ED ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ ആക്രമിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കടന്നു. അതിനുശേഷവും ആ വിഷയം രാഷ്ട്രീയപരമായി കേരളത്തിൽ നിലനിർത്തുക, രാജ്യത്ത് തന്നെ പിണറായി വിജയനെതിരായ ഏറ്റവും മുതിർന്ന CPM നേതാവ് പിണറായി വിജയനെതിരായ ഇത്തരം ED നീക്കം അത് രാഷ്ട്രീയപരമായി തന്നെ ഉന്നയിച്ച് അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ ഒപ്പം തന്നെ രാഷ്ട്രീയ നിലപാടുമായി മുന്നോട്ട് പോവുക എന്ന തീരുമാനം